അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജബൽ അബി ഖുബൈസ് എന്ന മലയെക്കുറിച്ചാണ്. ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോയിലുള്ള ഈ ഒരു മലയാണ് ജബൽ അബി ഖുബൈസ്. ഇതിൻ്റെ മുകളിൽ ഇന്ന് ബിൽഡിങ്ങുകളൊക്കെ നിറഞ്ഞു. ഈ ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞിട്ട് ഈ വിശുദ്ധമായ കഅബയെ മസ്ജിദുൽ ഹറാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ജവാസാത്തിൻ്റെ കീഴിലുള്ള ദ്രുതകർമ്മ സേനയൊക്കെ അടങ്ങുന്ന എമർജൻസി വിഭാഗത്തിൻ്റെ ആ ഒരു ഓഫീസും കാര്യമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഏതായാലും ഈ ജബൽ അബി ഖുബൈസ് മക്കയിലെ പ്രധാനപ്പെട്ട ഒരു മലയാണ്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ഒരല്പനേരം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. അഥവാ ജബൽ അഹ്സബൈൻ മലകൾക്കിടയിലാണ് വിശുദ്ധ കഅബാലയമുള്ളത്. ഏതാണ് ഈ അഹ്സബൈൻ മല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പോയില്ല, ഇവിടെ ത്വായിഫിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത്, തനിക്ക് പരിക്കൊക്കെ പറ്റി തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു മരച്ചുവട്ടിലിരുന്ന് കൊണ്ട് വികാരനിർഭരമായ അല്ലാഹുവിൻ്റെ മുന്നിൽ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുകയും ആ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും മലകളുടെ മലക്കിനെയും കൂട്ടി വരികയും അവിടെ നിന്ന് മലകളുടെ മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്, അത് ഞാൻ എന്നോട് പ്രവർത്തിക്കാനാണ് എന്നെ അള്ളാഹു പറഞ്ഞയച്ചതെന്ന് പറഞ്ഞു. ശേഷം ആ മലക്ക് പറഞ്ഞു, അഹ്സബൈൻ മലകളുമാണെങ്കിൽ അവരുടെ മേലിൽ ഞാൻ മറിച്ചിട്ട് കൊള്ളാം, നിങ്ങൾ സമ്മതം തന്നാൽ മതി എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നതായി കാണാം. ആ അഹ്സബൈൻ മലകൾ എന്ന് പറഞ്ഞാൽ ജബൽ അബി ഖുബൈസും അതിന് നേരെ ഓപ്പോസിറ്റുള്ള ജബൽ ഖുവൈഖാൻ എന്ന മലയുമാണെന്ന് ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. ആ ജബൽ ഖുവൈഖാൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മലയാണ് ജബൽ അബി ഖുബൈസ്. ആ ഒരു മലയെയാണ് കുറിച്ചാണ് നമ്മളിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യമായി അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹജറുൽ അസ്വദ് സൂക്ഷിക്കപ്പെട്ട മലയാണിത്. അഥവാ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ വെള്ളപ്പൊക്കത്തിൽ ഹജറുൽ അസ്വദ് ഒലിച്ചു പോവുകയും കാണാതാവുകയും ചെയ്തു. ആ ഹജറുൽ അസ്വദ് പിന്നീട് ഈ ഒരു മലയിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ പുതുക്കി പണിയുമ്പോൾ ഈ ആ ഒരു മലയുടെ ഉള്ളിൽ നിന്നാണ് എടുത്ത് പുനഃസ്ഥാപിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ മല അഥവാ ഭൂമിയിലെ ആദ്യത്തെ പട്ടണം ഉമ്മുൽ ഖുറ മക്കയാണ്, മക്കത്തുൽ മുക്കറമയാണ്. അതേപോലെ തന്നെ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മല എന്ന് പറയുന്നത് ഈ ജബൽ ഖുബൈസ് മലയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകാലഘട്ടമായ മഹാനായ അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് ഈ മലയുടെ മുകളിൽ കയറിക്കൊണ്ട് വികാരനിർഭരമായ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അഥവാ അബ്രഹത്തും സംഘവും കഅബയെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അബ്രഹത്തിൻ്റെ 100 ഒട്ടകങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ 100 ഒട്ടകങ്ങൾ അബ്രഹത്തിൻ്റെ കൂട്ടാളികൾ പിടിച്ചു കൊണ്ടുപോയി. കാരണം അവർ മക്കക്കാരുമായി എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ എന്തോ ഒരു കാരണം ഉണ്ടാക്കണമല്ലോ. അതിന് നേതാവായ അബ്ദുൽ മുത്തലിബിൻ്റെ തന്നെ ഒട്ടകത്തെ പിടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അബ്ദുൽ മുത്തലിബ് നേരെ അബ്രഹത്തിൻ്റെ അടുത്തിലേക്ക് പോയിക്കൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുകയും എൻ്റെ ഒട്ടകത്തെ തിരിച്ചു തരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അബ്രഹത്ത് ആ ഒട്ടകത്തെയൊക്കെ തിരിച്ചു കൊടുത്ത് അബ്ദുൽ മുത്തലിബ് നേരെ തിരിച്ച് മക്കയിലേക്ക് വന്ന് ആ ഒരു അവരുടെ സൈന്യത്തിൻ്റെ ആ സെറ്റപ്പൊക്കെ കണ്ടുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മക്കയിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും മക്ക വിട്ട് പുറത്തു പോകണം. കാരണം അബ്രഹത്തും സംഘവും ഇവിടെ ആക്രമിക്കാൻ പോവുകയാണ്. അള്ളാഹു എന്തെങ്കിലും യഥാബ് ഇറക്കും, അത് ഞമ്മക്കും ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും മക്കയിൽ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞു. ശേഷം മഹാനായ അബ്ദുൽ മുത്തലിബ് ഈ ഒരു ജബൽ ഖുബൈസിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അള്ളാഹുവിനോട് വിശുദ്ധ കഅബാലയത്തെ നോക്കിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് പറയാണ്, ഓ അള്ളാഹ്, ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ വീടിനെയും ഒക്കെ പൊന്നുപോലെ സംരക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നിന്റെ വീടാണ് ഈ കാണുന്ന കഅബ, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണുള്ളത്. ഇവിടെയുള്ള ഞങ്ങൾ നിന്റെ ഈ കഅബയുടെ അഹലുകാരാണ്. അഥവാ നിന്റെ വീടിൻ്റെ അഹലുകാരായ ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നിനക്കാണ് നാഥ. നീയാണ് നിന്റെ വീടിനെ സംരക്ഷിക്കേണ്ടത്. ഞങ്ങളെ വീട് ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്, അതുപോലെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കാണെന്നൊക്കെ പറഞ്ഞ് ആ വളരെ മനോഹരമായ പ്രാർത്ഥനയൊക്കെ അബ്ദുൽ മുത്തലിബ് നടത്തുന്നതും ഈ ഒരു ജബൽ അബി ഖുബൈസിൻ്റെ മുകളിൽ വെച്ചാണ്. അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു വിളംബരം നടത്താൻ വേണ്ടി അന്നത്തെ കാലത്തെ ആൾക്കാർ ഈ ഒരു മലയെയാണ് ആശ്രയിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ട് മുന്നുള്ള ഒരു കാലഘട്ടത്തിൽ യമനിലെ ഏദൻകാരനായ സുബൈദി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യാപാരി കച്ചവട സാമഗ്രികളുമായി ഹജ്ജ് വേളയിൽ മക്കയിലേക്ക് വരുന്നുണ്ട്. മക്കയിലുള്ള ഖുറൈശി പ്രമാണിയും പണക്കാരനും പ്രധാനിയുമായിരുന്ന ആസുബിന് വാഹിൽ
അസ്സഹ്മി എന്ന് പറയുന്ന ആ ക്രൂരനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ കച്ചവട വസ്തുക്കളൊക്കെ ഒന്നിച്ച് വില കൊടുത്ത് വാങ്ങിയാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ജബൽ ഖുബൈസിൻ്റെ മുകളിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ആ ഒരു സുബൈദി ഗോത്രത്തിൽപ്പെട്ട ആ വ്യക്തി. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഖുറൈശികളുടെ പ്രമാണിയായിരുന്ന ആസിബിന് വായിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൽ നിന്നും ആ കച്ചവട വസ്തുക്കളൊക്കെ ഒന്നിച്ച് വില കൊടുത്ത് വാങ്ങുകയും ആസിബിന് അഥവാ അമ്രുബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ ഒക്കെ ഉപ്പയാണ് ആസിബിന് വായിലിട്ടോ. അങ്ങനെ മക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കച്ചവടം ചെയ്ത സാധനത്തിൻ്റെ ആ വില ഞാൻ പോകുന്ന സമയത്ത് തരാമെന്ന് അദ്ദേഹം അയാൾക്ക് വാക്ക് കൊടുത്തു. പക്ഷേ യമനി അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ അയാൾ സമ്മതിച്ചു. ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം നാട്ടിൽ പോകാൻ ആയ സമയത്ത് ഈ ആസിബിന് വായിലിനോട് പണം ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായില്ല. 1-2-3 പ്രാവശ്യം അദ്ദേഹം ഈ പണം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് ചെന്നൊക്കെ ചെയ്തു. പക്ഷേ അങ്ങനെ കളിപ്പിക്കുകയാണ് അയാൾ ചെയ്തത്. പക്ഷേ പണം തിരിച്ചു കൊടുത്തില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ശക്തമായ ഭാഷയിൽ അവസാനം എന്ത് ചെയ്തു, അദ്ദേഹം പണം ആവശ്യപ്പെട്ടു. പക്ഷെ എന്നിട്ടൊന്നും അയാളത് കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അയാൾ തൻ്റെ കച്ചവട സാധനങ്ങളുടെ മൂല്യത്തിൻ്റെ വില ലഭിക്കാൻ വേണ്ടി മക്കയിലുള്ള ഖുറൈശി പ്രമാണിമാരുടെ വീടാന്തരം കയറി ഇറങ്ങി കാര്യം അവതരിപ്പിച്ചു. പക്ഷെ ഒരാളും അദ്ദേഹത്തെ സഹായിക്കാൻ സന്നദ്ധരായില്ല. തന്നെ ആരും സഹായിക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ചെയ്തു ഖുറൈശി ഗോത്രത്തിനെതിരെ ഒരു കവിത രചിക്കുകയാണ്. അഥവാ അന്നത്തെ കാലത്ത് ഇന്നത്തെ സോഷ്യൽ മീഡിയ പോലെ അന്ന് അവർ കവിതയിലൂടെയാണ് അവരെ എതിർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദുരനുഭവം ഉണ്ടായ ചാനലുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ അവർ കവിതയിലൂടെ അവരെ ബോധ്യപ്പെടുത്തുമായിരുന്നു. അദ്ദേഹം കഅബയുടെ ചുറ്റുമുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സമയം നോക്കിക്കൊണ്ട് ഈ നിങ്ങൾ കാണുന്ന ഈ ജബൽ ഖുബൈസിൻ്റെ മുകളിലേക്ക് അദ്ദേഹം ഒരു കവിത എഴുതിക്കൊണ്ട് അവിടെ ആ മലയുടെ മുകളിലേക്ക് കയറിയാണ്. ശേഷം അദ്ദേഹം എഴുതിയ ഖുറൈശികൾക്കെതിരെ എഴുതിയ ആ കവിത അദ്ദേഹം അവിടെ വെച്ച് വായിക്കുകയാണ്. ഫിഹ്റിൻ്റെ മക്കളെ, എൻ്റെ കച്ചവട വസ്തുക്കൾ മുഴുവൻ മക്കയുടെ വയറ്റിൽ വെച്ചിട്ട് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ സഹായിക്കാൻ ഈ മക്കയിൽ ആരുമില്ല. ഞാൻ ഇഹ്റാമിലായിരിക്കെ ഹജ്റിനും ഹിജ്റിനും ഇടയിൽ വെച്ച് എന്നോട് അവരിത് ചെയ്തു. പവിത്രമായ ഈ ഭവനത്തിൻ്റെ സംരക്ഷണം എന്നുള്ളത് നിങ്ങളെപ്പോലെയുള്ള വഞ്ചകർക്ക് ചേർന്ന പണിയല്ല. അന്യായമായി നിങ്ങൾ ആളുകളെ വധിക്കുകയും ആളുകളുടെ സമ്പത്ത് കൊള്ളയെടുക്കുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹീത ഭവനത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ യോഗ്യരല്ല ഖുറൈശികളെ എന്ന ശക്തമായ ഭാഷയിൽ ഞാനിത് പറഞ്ഞതാണ്. ഇതൊരു കവിതയാക്കിയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഈ അവതരണമൊക്കെ നടത്തിക്കൊണ്ട് ഖുറൈശികളെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയൊക്കെ ചെയ്തത് ഈ ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ കയറിയാണ്. അങ്ങനെ ഈ ജബൽ അബീ ഖുബൈസ് വളരെയധികം പ്രശസ്തമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഈ ജബൽ ഖുബൈസിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. എന്തിനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ അബീ ഖുബൈസിൻ്റെ മുകളിൽ കയറിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനം നടത്താൻ വേണ്ടി തനിക്ക് നിർദ്ദേശം ലഭിച്ചു. അഥവാ 3 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യ പ്രബോധനമാണ് നടത്തുന്നത്. പിന്നീട് പരസ്യ പ്രബോധനത്തിനുള്ള ഉത്തരവ് ലഭിച്ചു. അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു നിർദ്ദേശം ലഭിച്ചു. അങ്ങനെ ആദ്യം തന്നെ വൻസിർ അശീറത്തക്കൽ അക്രബീൻ എന്നുള്ള ആ ഒരു ആയത്തൊക്കെ ഇറങ്ങിയ സമയത്ത് പിന്നീട് കുടുംബക്കാർ അഥവാ ബനൂ ഹാഷിം കുടുംബത്തിന് മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്ത് സൽക്കരിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് സൽക്കരിച്ചുകൊണ്ട് അവരോട് ഈ ദൗത്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പരിചയപ്പെടുത്തി. അങ്ങനെ 2-3 പ്രാവശ്യം വീട്ടിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടി ഈ ഒരു വിഷയം അവതരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ബനൂ ഹാഷിം മാത്രമല്ല നാട്ടുകാരെ മൊത്തം എല്ലാ ഖുറൈശികളെയും നാട്ടിലുള്ള മറ്റെല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന് വേണ്ടി ഒരുങ്ങി. ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നേരെ തിരിച്ചു കാണാം, അഥവാ തിരിച്ചു എഴുതിയതായി കാണാം. അഥവാ ജബൽ ഖുബൈസ് മലയുടെ മുകളിലാണ് ആദ്യം കയറിയത്, പിന്നീടാണ് കുടുംബക്കാരെ ഉപദേശിച്ചത് എന്ന് കാണാം. പക്ഷേ കുടുംബക്കാരെ ആദ്യം ഉപദേശിച്ചുവെന്നും അല്ല, അതിന് ശേഷമാണ് ഈ ജബൽ ഖുബൈസിന്റെ മുകളിൽ കയറിയതെന്നും കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട്ടുകാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ ജബൽ ഖുബൈസിന്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. അതല്ല, സഫാ പർവ്വതത്തിന്റെ മുകളിലാണ് കയറിയത് എന്നും റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഫാ മലയാണ്
ഏറ്റവും വലിയ മല അഥവാ കഅബക്ക് അരികിലുള്ള ഏറ്റവും വലിയ മല സഫ മലയാണ്. അതിൻ്റെ പിന്നിലായിരുന്നു ജബൽ ഖുബൈസ് ഉണ്ടായിരുന്നത്. അക്കാലഘട്ടത്തിൽ മക്കയിലുള്ള ആളുകൾക്ക് എന്ത് വിഷയം അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അഥവാ ഒരു പബ്ലിക് അനൗൺസ്മെന്റ് നടത്താനെല്ലാം പൊതുവെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ജബൽ ഖുബൈസ് ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനത്തിന് വേണ്ടി തുടക്കം കുറിക്കാൻ വേണ്ടി ആ നാട്ടിലെ മൊത്തം ജനങ്ങളെ വിളിക്കാൻ വേണ്ടി ഈ അത്യുച്ചത്തിൽ വിളിക്കാൻ വേണ്ടി ജബൽ ഖുബൈസിന്റെ മുകളിൽ കയറിക്കൊണ്ട് യാ മഅ്ശറ ഖുറൈശ് എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ആ വിളി കേട്ട ഉടനെ തന്നെ എല്ലാവരും മറ്റെല്ലാ ജോലിയും നിർത്തിവെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാതു കൂർപ്പിച്ച് ആ താഴ്വാരത്തിൽ വന്നിരിക്കുകയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി അവർ ക്ഷമയോടെ അവിടെ ഇരിക്കുകയാണ്. കാരണം അത്രയും കാലം അതേ രൂപത്തിലൊന്നും റസൂലുള്ളാഹി തങ്ങൾ അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അഭിസംബോധനം ചെയ്തതായി അവർക്ക് ആർക്കും അറിയില്ല. അത്രയും ഗൗരവത്തോടു കൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനു മുമ്പ് അവരെ വിളിച്ചു കൂട്ടിയതൊന്നും അവർക്കൊരു ഓർമ്മയിലില്ല. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും ഒരു മെസ്സേജ്, പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരോട് പറയാനുണ്ടായിരിക്കുമെന്ന് അവർ എല്ലാവരും കരുതി അവർ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ മുഴുവൻ ആളുകളും അവിടെ തടിച്ചുകൂടി. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പരസ്യമായ ഒരു പ്രബോധനത്തിന് ഇതുവരെ ല്ല അവരുടെ ആരാധന വസ്തുക്കളെ കഠിനമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ഈ ഒരു വേള വരെ റസൂലുള്ളാഹി ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ അവരുടെ പൂർവ്വപിതാക്കൾ വഴിപിഴച്ച ആ ഒരു വഴിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി ആക്ഷേപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ സംസാരമാണ് എന്ന് അവർ ചിന്തിക്കുകയല്ലാതെ ഇതൊരു സാമൂഹ്യ ഭീഷണിയായിട്ടൊന്നും മാറുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതുവരെ ആരും എതിർത്തിട്ടുമുണ്ടായിരുന്നില്ല റസൂലുള്ളാഹി തങ്ങളെ. കാരണം പ്രബോധനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ആളുകളെല്ലാവരും സത്യസന്ധരായ തിരുനബി റസൂലുള്ളാഹി സത്യസന്ധനാണ് അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സത്യസന്ധനായ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആ മലയുടെ താഴ്വാരത്ത് ഒരുമിച്ച് കൂടുകയാണ്. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നേരിട്ട് ചോദിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ട ആ ഒരു സംഭവം തന്നെയാണ്. അതിമനോഹരമായിരുന്നു ആ ഒരു തുടക്കം. അഥവാ അവരോട് നേരിട്ട് വിഷയം പറയാതെ ഒരു ചോദ്യത്തിലൂടെ ആ ഒരു പ്രഭാഷണം ആരംഭിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, ഈ മലയ്ക്ക് പിറകിൽ നിന്നും അശ്വാരൂഢരായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സ് ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കും മുഹമ്മദേ, കാരണം നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളോട് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലല്ലോ. 40 വർഷക്കാലം ഞങ്ങൾക്കിടയിൽ സത്യസന്ധനായി ഒരു അൽ അമീനായിട്ടാണല്ലോ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ വളരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഞങ്ങൾക്കിടയിൽ വിശ്വസ്തനുമാണ്. നിങ്ങൾ സത്യം മാത്രമേ പറയൂ എന്ന് ഞങ്ങൾക്ക് അറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ നിങ്ങൾ ഞങ്ങളോട് എന്ത് പറഞ്ഞാലും ഞങ്ങൾ തീർച്ചയായും അത് വിശ്വസിക്കുമെന്നവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിനേക്കാളൊക്കെ ഒരു വലിയ സത്യമാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ പോകുന്നത്. ഞാൻ പ്രപഞ്ചനാഥനായ അള്ളാഹു എന്നെ അയക്കപ്പെട്ട സത്യദൂതനാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. ബഹുദൈവ ആരാധന നിങ്ങൾ വെടിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കഠിനമായ ശിക്ഷയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ഉപദേശം നൽകുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ വെച്ചായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സംഭവങ്ങൾ ഈ ജബൽ അബീ ഖുബൈസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. AD 693 കഅബക്ക് നേരെ നടക്കുന്ന ഒരു ആക്രമണ സംഭവമുണ്ട്. അഥവാ ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫിയുടെ നേതൃത്വത്തിൽ അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം മക്കയെ ആക്രമിക്കുന്ന സംഭവമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം മക്കയിൽ നടക്കുന്ന ഒരു സമയമാണത്. ആ ഭരണം തകർക്കാൻ വേണ്ടിയായിരുന്നു അവർ മക്കയിലേക്ക് പട നയിച്ചിരുന്നത്. ആ ആക്രമണത്തിൽ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെടുകയും മക്കയിൽ ആദ്യമായി തവാഫ് മുടങ്ങുകയൊക്കെ ചെയ്ത ദാരുണമായ സംഭവം നടക്കുന്ന അഥവാ അബ്ദുല്ലാഹിബിന് സുബൈർ മക്കയിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ശത്രു സൈന്യം അഥവാ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ആ ഒരു സൈന്യം ജബൽ അബീ ഖുബൈസ് കീഴടക്കുകയും അവിടെ സ്ഥാനമുറപ്പിച്ചുകൊണ്ട് മിഞ്ചനീക്ക് എന്ന ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ കഅബയെ ആക്രമിക്കുകയും ചെയ്തു. അഥവാ അത് മിഞ്ചനീക്കാരനെ തെറ്റുബില്ല് എന്നൊക്കെ പറയും. അത് അങ്ങനെ ആ ഒരു അഥവാ ഒരു അമ്പിൻ്റെ
അമ്പിൻ്റെ തുഞ്ചത്ത് പന്തം കെട്ടിങ്ങാണ്ട് കത്തിച്ച് കഅബയിലേക്ക് അവരെന്ത് ചെയ്തു, വില്ല് ഉപയോഗിച്ച് വിശുദ്ധ കഅബയുടെ തവാഫ് ചെയ്യുന്നവരെയും നിസ്കരിക്കുന്നവരെയും അതുപോലെ തന്നെ കഅബാലയത്തിൻ്റെ കില്ലയെയും എല്ലാം അവർ ദാരുണമായി ആക്രമിക്കുന്ന ഒരു ദാരുണമായ സംഭവം നടന്നതെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതെല്ലാം അവർ ചെയ്യുന്നത് ഈ ഒരു ജബൽ അബി ഖുബൈസിനെ എൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നായിരുന്നു അവരുടെ സംഘം കഅബയെ ആക്രമിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു പ്രധാനപ്പെട്ട മലയാണ് ഈ ജബൽ അബി ഖുബൈസ് എന്ന മല. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ജബൽ അബി ഖുബൈസ് അഥവാ സഫാ മർവയുടെ ആ ഒരു ഭാഗത്ത് പുറം ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആയകരമുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ ജബൽ അബി ഖുബൈസ്. അവിടെ ഇപ്പോൾ ബിൽഡിങ്ങേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, മല കാണാതായിട്ടുണ്ട്. ഏതായാലും ജബൽ അബി ഖുബൈസ് എന്താണെന്ന് വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് വീഡിയോകളുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.